ഈ സദസ്സിലുള്ള മിക്കവാറും എല്ലാവർക്കും തന്നെ സ്വർഗീയ മേനോൻ സാറിനെ സംബന്ധിച്ചുള്ള ഒട്ടനവധി സ്മരണകൾ മുന്നിൽ വരുന്നുണ്ടാവും. സംഘത്തെ സംബന്ധിച്ചിടത്തോളം മേനോൻ സാർ ബാലപ്രായത്തിലോ കൗമാരപ്രായത്തിലോ സ്വയംസേവകൻ സാധിച്ച ആളല്ല. ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രൗഢാവസ്ഥയിലാണ് സംഘവുമായിട്ട് ബന്ധപ്പെട്ടത്. സംഘത്തിൻ്റെ മുതിർന്ന പ്രത്യേകിച്ച് ആധ്യാത്മിക രംഗത്തും കൂടി വളരെ കൂടുതൽ അംഗീകാരം നേടിയിരുന്ന മാധവിജിയുമായി മേനോൻ സാറിന് ബന്ധം വരികയുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാധവിജിയായിട്ട് ബന്ധപ്പെട്ടത്. ആ രംഗത്ത് മാധവിജിയിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദേവീ പൂജ സംബന്ധമായിട്ടുള്ള ആ സാധനയുടെ ദീക്ഷ എടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ മാധവിജിയുടെയായിട്ടുള്ള ബന്ധം അദ്ദേഹത്തെ സംഘവുമായിട്ട് അടുപ്പിച്ചു. വളരെ കുറച്ച് പ്രായമായ ശേഷമാണ് സംഘത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടതെങ്കിലും വളരെ വേഗം തന്നെ സംഘത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും മറ്റ് സ്വയംസേവകരുടെ മുമ്പിൽ ഒരു മാതൃകാ സ്വയംസേവകൻ എന്നുള്ള പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. സംഘത്തിൻ്റെ ജില്ലാ സംഘചാലക്, വിഭാഗ് സംഘചാലക്, പ്രാന്തീയ സംഘചാലക് ഈ തരത്തിലുള്ള ചുമതലകളിലേക്ക് അദ്ദേഹം നിയുക്തനായി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളത് ഒരു സംഭവത്തിൽ കൂടി എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. സാധാരണ നിലയ്ക്ക് ഇത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതം, കുടുംബകാര്യങ്ങൾ, ഈ വക കാര്യങ്ങൾക്കിടയിൽ സംഘത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതരായിരിക്കാം. പക്ഷെ സംഘത്തിൻ്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സംഘശിക്ഷാപറുകളൊക്കെ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പ്രൗഢാവസ്ഥയിൽ തന്നെ സംഘത്തിൻ്റെ പരിശീലനത്തിന് വരാൻ തയ്യാറായി. അങ്ങനെയുള്ള ഒരു ബൈഠക്കിൽ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ മനസ്സിലെ ആശ്ചര്യത്തിലൂടെ ഞാൻ ചോദിച്ചു, വീട്ടിലെ പ്രാരാബ്ധങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ അങ്ങയുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സിൽ ധാരാളം ആൾക്കാർ വർക്ക് ചെയ്യുന്നൊരു ഓഫീസ്, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു മാസം ഇങ്ങനെ ശിബിരത്തിൽ വരാൻ അങ്ങക്ക് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം സംഘത്തെ ഏത് രീതിയിലാണ് കാണുന്നത് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞു, സംഘപ്രവർത്തനം കേവലം ഒരു സംഘടനാ പ്രവർത്തനമായിട്ടല്ല ഞാൻ കാണുന്നത്, മറിച്ച് സംഘപ്രവർത്തനം എൻ്റെ നാടിന് വേണ്ടി ചെയ്യേണ്ട ഞാനൊരു സാധനയാണ്, ഒരു തപസ്സാണ്. അതുകൊണ്ട് ഈ സാധനങ്ങളുടെ സിദ്ധി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താലേ ആ സാധനയുടെ നമുക്ക് സാഫല്യമുണ്ടാവും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ ഒരു സംഘത്തിൻ്റെ പ്രവർത്തന സാധനയെ കാണുമ്പോൾ ഇതിൻ്റെ ഓരോ കാര്യവും അനുഷ്ഠാനമാണ്. അതുകൊണ്ട് ഈ സംഘശിക്ഷാവർഗം ഒരു അനുഷ്ഠാനമാണ്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ സംഘചാലകനാണ്, സംഘത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന സ്വയംസേവകർ ചോദിക്കാറുണ്ട്, നിങ്ങൾ OTC കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വയം ചെയ്യാതെ ബാക്കിയുള്ളവരോട് ഞാൻ അങ്ങനെ പറയും. അതുകൊണ്ട് എന്തായാലും ശരി, ഞാൻ വരാൻ തയ്യാറായെന്ന് മാത്രമല്ല, സംഘത്തിൻ്റെ 1-ാം വർഷം 2-ാം വർഷം 3-ാം വർഷം എന്നുള്ള OTCകളെല്ലാം തന്നെ ഈ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്, സാധനയുടെ സാഫല്യത്തിനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം തന്നെ വളരെ വേഗം ഞാൻ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം നിശ്ചയിച്ച പോലെ തന്നെ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ 3 വർഷം കൊണ്ട് അദ്ദേഹം സംഘത്തിൻ്റെ 3-ാം വർഷ സംഘശിക്ഷാവർഗം പൂർത്തിയാക്കുണ്ടായി. ഒരു തരത്തിൽ സംഘം പറയുന്നൊരു കാര്യം നമ്മൾ ബാക്കിയുള്ളവരോട് പറയുന്നതല്ല, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിച്ച് ബാക്കിയുള്ളവരോട് പറയുക. ഈ ഒരു കാര്യം ആരംഭം മുതൽ തന്നെ സംഘത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ നിലയ്ക്ക് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മറ്റൊരു കാര്യം മനസ്സിൽ ഇതേപോലെ തന്നെ
സാധാരണ നിലയ്ക്ക് നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ വന്നാൽ അവരുടെ ജീവിതത്തിലെ ഒന്നുമില്ല അവരുടെ ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം ഇതിനോടെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്തുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ വിഷമകരമാണ്. പലപ്പോഴും വളരെ കൂടുതൽ ഇൻട്രസ്റ്റ് വരില്ല, മറ്റൊരു കാര്യങ്ങൾ വേണ്ടത്രയും സമയം കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ സംഘകാര്യം, തൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ കുടുംബകാര്യം, ഇത് മൂന്നും സ്തുത്യർഹമായ രീതിയിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള അത്ഭുതമാണ്. അത് ബാക്കിയുള്ളവർക്കെല്ലാം വളരെ മാതൃകാപരമാണ്, പ്രേരണാദായകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സംഘത്തിൽ പറയാറുണ്ട്, സ്വയം സേവകര് തൻ്റെ ജീവിതം മാത്രമല്ല സംഘ കുടുംബമായി മാറണം. കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിലേക്ക് സംഘം കൊണ്ടുപോകണം എന്ന് പറയാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തനമാക്കിയ ആളായിരുന്നു അദ്ദേഹം. കുടുംബാംഗങ്ങൾക്കും സംഘത്തിൻ്റെതായിട്ടുള്ള പൂർണ്ണ സംസ്കാരം പകർന്നു കൊടുത്ത് നമ്മുടെ സംഘത്തിൻ്റെ ഒട്ടനവധി അധികാരിമാരെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പെരുമാറ്റം കൊണ്ട് ഒരു അറിയപ്പെട്ട അപരിചിതമായിട്ടുള്ള വീട്ടിൽ പോകുന്ന ഒരു വ്യക്തിക്കും ഒരു സംഘ അധികാരിക്കും എനിക്ക് തോന്നിയിട്ടില്ല. ആ രീതിയിൽ സംഘത്തെ സമാജത്തിൽ കൊണ്ടുപോകുന്ന തൻ്റെ വീട് സംഘമയമാക്കി തീർക്കുക. സംഘത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ കേട്ടിരുന്നു, സ്വയം സേവകർ കാലത്ത് സംഘശിക്ഷാവർഗിലൊക്കെ ഏകാത്മതാസ്തോത്രം ചൊല്ലാറുണ്ട്. സംഘത്തിൽ വന്നു കഴിഞ്ഞാൽ തോന്നി വീട്ടിൽ നമുക്ക് അതിരാവിലെ എണീറ്റ് പൂജാമുറിയിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന ഏകാത്മതസ്തോത്രം കാര്യം അദ്ദേഹം ആരംഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ നിലയ്ക്ക് തൻ്റെ ജീവിതത്തെ സംഘമയമാക്കുന്നതോടൊപ്പം കുടുംബത്തെ ആ രീതിയിലാക്കി ആ ഒരു അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, അസാധ്യം എന്നുള്ളൊരു കാര്യം മേനോൻ സാറിൻ്റെ ആ ജീവിത നിഘണ്ടുവിലില്ലായിരുന്നു. ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും എങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന ചിന്തിക്കാൻ സാധിക്കാത്ത പരിതസ്ഥിതിയിൽ വളരെ ആത്മധൈര്യത്തോടു കൂടി ഏതൊരു കാര്യം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് സാധിച്ചിരുന്നു. ജന്മഭൂമി എന്നുള്ളൊരു പത്രം ഓഫീസ് തികത്തി നശിച്ചു. അതിൻ്റെ തുടക്കത്തിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലാവരുടെയും മനസ്സിൽ വിഷമമുണ്ട്. ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയിൽ ദുഃഖത്തിന് ഒരു ശക്തി കൂട്ടുന്നതിന് പകരം വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം പോലും ജന്മഭൂമി നിൽക്കരുത്. എന്ത് വില കൊടുത്താലും ഏത് പ്രസ്സിൽ അച്ചടിച്ചും ശരി, അടുത്ത ദിവസം ജന്മഭൂമി പുറത്തിറങ്ങണം, ബാക്കി നമുക്ക് നോക്കാം. എന്തൊരു ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം പോലും മുടങ്ങി ആ പത്രം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഏറ്റവും നിരാശാജനകമായിട്ടുള്ള പരിസ്ഥിതിയിൽ പോലും നിഷേധാത്മകമായോ നിരാശയുടെ വാക്കുകൾക്ക് പകരം അങ്ങേറ്റത്തെ ഉത്സാഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം വളരെ കാര്യമായിട്ട് ആത്മധൈര്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ വിശേഷ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും മറ്റു പലരും കൈവയ്ക്കാൻ സങ്കോചം കാണിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം മുന്നിട്ടിറങ്ങി എത്ര സംരംഭങ്ങൾ ആലുവയിലും ചുറ്റുപാടുള്ള ഞാനത് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആ സംരംഭങ്ങളെല്ലാം മുന്നിട്ടിറങ്ങി അത് പരിപൂർണമായിട്ട് വിജയിപ്പിക്കുക. സാധാരണ നമ്മൾ കേട്ട പോലെ തൊടുന്നതെല്ലാം പൊന്നാക്കുക. ആ ഒരു രീതിയിൽ താൻ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ പൂർണ്ണമായ വിജയത്തിൽ എത്തിക്കാനുള്ള അസാമാന്യമായിട്ടുള്ള കർമ്മകുശലത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യം നോക്കുന്ന സമയത്തും പലപ്പോഴും എനിക്ക് തോന്നി ഈ രീതിയിലുള്ളൊരു ആത്മവിശ്വാസം സഹപ്രവർത്തകർക്ക് ഒരു കാലത്തും ഒരു നിരാശയുടെ അന്തരീക്ഷം ഉണ്ടാകാതെ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും പ്രേരണാപുരുഷനായി ഇതും പ്രവർത്തിച്ചു. സ്വയം സേവകനെ കുറിച്ച് പറയാണ്ട് നിത്യേന സംഘശാഖയിൽപ്പെടണം, പ്രാർത്ഥന ചൊല്ലണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വന്നു, സംഘശാഖയിൽ പോകാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കുന്ന സമയത്ത് വൈകുന്നേരം 6 മണിയാകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം വൈകുന്നേരം ശരി സംഘത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലണം. അദ്ദേഹത്തിൻ്റെ സഹായം കൊടുത്തിട്ട് പ്രാർത്ഥന ചൊല്ലണം. ആ രീതിയിൽ സംഘം ഒരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം, സംഘമാവണം എൻ്റെ ജീവിതം എന്തു ധന്യം ഇതിൽ പരം എന്നുള്ള ആ കാര്യം സ്വന്തം ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാക്കി നമുക്കെല്ലാവർക്കും പ്രേരണയും ഉത്സാഹവും തന്നു ആ സംഘമയമായ ജീവിതം നയിച്ചു. അതോടൊപ്പം തന്നെ മറ്റു എല്ലാ കാര്യവും സമൂഹത്തിൽ എത്രമാത്രം ഉയർന്ന ആൾക്കാരായിട്ട് ഇതിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു.
ആ ഉയർന്ന തലത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ ഒരു സാധാരണ സ്വയം സേവകനോടും അതേ രീതിയിലുള്ള സ്നേഹവും അവർക്ക് ഏത് സമയത്തും സമീപിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. ഈ തരത്തിൽ അനവധി കാര്യങ്ങളിൽ നമുക്ക് അങ്ങേറ്റത്തെ പ്രേരണയും ഉത്സാഹം തരുന്ന ആ ശ്രേഷ്ഠ പുരുഷനാണ്. നമ്മൾ പറയാം, സംഘത്തിൻ്റെ 100ാമത് വർഷം പ്രമാണിച്ച് നമ്മളൊരു വ്യാപകമായിട്ടുള്ള നിലയ്ക്ക് ജനജാഗരണം, സമാജ പരിവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുക. ആ ഒരു സന്ദർഭത്തിലാണ് മേനോൻ സാർ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേദന ഉണ്ടാക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വേദന ഈ കാര്യത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിന് പ്രേരണ എടുത്തുകൊണ്ട് നാം ഏറ്റെടുത്തുള്ള നമ്മുടെ സംഘത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാനുള്ള നമ്മൾ ആ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ പൂർണ്ണമായ പ്രേരണ ഉൾക്കൊണ്ട് നമ്മുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിനുള്ള ശ്രദ്ധാഞ്ജലി. ആ ശ്രദ്ധാഞ്ജലി നാം എല്ലാവരും തയ്യാറെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.